നമസ്തേ. ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂവളം എന്ന പുണ്യവൃക്ഷത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലുടനീളം കണ്ടുവന്ന പുണ്യ ഔഷധ തരുവാണിത്. ഈഗിൾ മർമലോസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. റുട്ടേസി കുടുംബത്തിലെ ഒരു അംഗമാണിത്. ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ശാഖകളിലും ഉപശാഖകളിലും കട്ടിയുള്ള മുള്ളുകൾ കാണാം. മെയ്, ജൂൺ മാസങ്ങളിലാണ് ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ശിവന് ഇഷ്ടമുള്ളതുകൊണ്ട് ശിവേഷ്ട എന്നും 3 ദളങ്ങളോട് കൂടിയുള്ളതായതുകൊണ്ട് ഇതിനെ ത്രിപർണി എന്നും സംസ്കൃതത്തിൽ വില്ലും എന്നും അറിയപ്പെടുന്നു. നാരക കുടുംബത്തിലെ ഒരു വൃക്ഷമാണ് കൂവളം. കൂവളക്കായയിലെ ദ്രാവകം പശയായും വാർണിഷ് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു. കായയുടെ മാംസള ഭാഗം കുമ്മായവുമായി ചേർത്താൽ സിമൻറ്റ് പോലെ ഉറയ്ക്കും. കൂവളത്തിൻ്റെ ഇല പരമേശ്വരൻ്റെ തൃക്കണ്ണിനെ ഓർമ്മിപ്പിക്കും വിധം 3 ഇലകളോട് കൂടിയാണിരിക്കുന്നത്. ചെടിയുടെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണ് സങ്കല്പം. ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയ ഫലം, കാശി മുതൽ രാമേശ്വരം വരെ ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം, ഗംഗയിൽ സ്നാനം ചെയ്തതിന് തുല്യം. ഇതൊക്കെ പുരാണത്തിൽ പറയുന്നു. പഞ്ചഭൂതങ്ങളുടെ അധിപനായ വൈദ്യനാഥനായ ശിവഭഗവാനായതിനാൽ നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ശ്രേഷ്ഠകരം. ഏകവില്ലു പത്രം കൊണ്ടോ ദശവില്ലു പത്രം കൊണ്ടോ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. കൂവളത്തിൻ്റെ ഇല വാടിയാലും പൂജയ്ക്കെടുക്കും. ചിത്തിര നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് കൂവളം. ശിവഭഗവാന്റെ ഇഷ്ടവൃക്ഷം എന്ന രീതിയിൽ ഇതിനെ ശിവദ്രുമം എന്നും വിളിക്കാറുണ്ട്. സാധാരണയായി തെക്ക്, പടിഞ്ഞാറ് എന്നീ ദിശകളിലാണ് കൂവളം നടുന്നത്. കൂവളത്തില സത്വ രജ തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. പൗർണമി, അമാവാസി, അഷ്ടമി, നവമി, ചതുർത്ഥി, തിങ്കൾ ഈ ദിവസങ്ങളിൽ കൂവളത്തില അടർത്താറില്ല. ഒരുപക്ഷെ പ്രകൃതിയുടെ ചില പ്രതിഭാസവുമായി കൂവളത്തിന് ബന്ധമുള്ളതുകൊണ്ടാവാം. ആയുർവേദ ഗുണപ്രകാരം കൂവളത്തിൻ്റെ ഇലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ സ്വഭാവമാണുള്ളത്. ദശമൂലങ്ങളിലെ അംഗമായ ഈ സസ്യം വില്വാദി ഗുളിക, ദശമൂലാരിഷ്ടം, വില്വാദി ലേഹ്യം, വില്വാദി കഷായം തുടങ്ങിയ അനേകം ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നു. വാതം, ചുമ, കഫം, പ്രമേഹം എന്നിവയ്ക്ക് മികച്ച ഒരു ഔഷധമാണിത്. കൂവളത്തില ഉപയോഗിച്ച് എണ്ണ കാച്ചി ശരീരത്തിന് പുരട്ടുന്നത് ചൊറി പോലുള്ള അവസ്ഥകൾക്ക് അത്യുത്തമമാണ്. കൂവളത്തിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം ലഭിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി.